എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സ്പാനിഷ് ഓംലെറ്റ് ആണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഡിഷ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് സ്പാനിഷ് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഈ സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിലേക്ക് പിന്നെ വേണ്ടത് 2 പൊട്ടറ്റോ ആണ്. എൻ്റെ കയ്യിൽ ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 പൊട്ടറ്റോ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു സവാള വേണം. പിന്നെ ഇതിലേക്ക് ഒരു ഗ്രീൻ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പകുതി മാത്രമാണ് ഈ ഒരു സ്പാനിഷ് ഓംലെറ്റിലേക്ക് ചേർക്കുന്നത്. ഞാനത് പൊട്ടറ്റോ ഒക്കെ 2 ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പീലർ വെച്ചിട്ടൊന്ന് പീൽ ചെയ്തെടുക്കാം. 2 പൊട്ടറ്റോ ഇതുപോലെ തന്നെയാണ് പീൽ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ പീൽ ചെയ്ത ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അതിനത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ മുഴുവനും നമുക്കൊരു വെള്ളത്തിലേക്ക് ചേർക്കാം. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്. സ്പാനിഷ് ഓംലെറ്റ് എപ്പോഴും തയ്യാറാക്കേണ്ടത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പൊട്ടറ്റോ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്ക് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. എണ്ണ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടറ്റോയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടറ്റോയിലേക്ക് ഉപ്പ് പിടിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടുകയും ചെയ്യുന്നതാണ്. പൊട്ടറ്റോ ഒരു പകുതി വേവാകുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. അങ്ങനെ സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒലിവ് ഓയിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഈ സ്പാനിഷ് ഓംലെറ്റ്. അങ്ങനത്തെ പൊട്ടറ്റോയും അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കമാണ് ചേർക്കേണ്ടത്. ക്യാപ്സിക്കം ചേർത്ത ശേഷം പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചൂട് കിടന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കൊള്ളും. ഞാനിപ്പോൾ ഇതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം പകുതിയാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം ഒന്ന് പൊട്ടറ്റോ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ക്യാപ്സിക്കം. ഇനി നമുക്കത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് 2 മുട്ടയും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. അങ്ങനെ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. എന്നിട്ട് നന്നായി പതപ്പിച്ചെടുക്കാം. ഒരു ഫോർക്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്യാം. അങ്ങനെ മുട്ടയെല്ലാം നന്നായി പതപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും സവാളയാണ് ചേർക്കേണ്ടത്. തണുത്ത ശേഷം നമുക്ക് ഈ പൊട്ടറ്റോയും സവാളയും കൂടിയുള്ള ഈ മിക്സ് നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർക്കാം. അങ്ങനെ മുട്ടയും പൊട്ടറ്റോയും ക്യാപ്സിക്കവും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അങ്ങനത്തെ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അതിന്
അതിനുശേഷം എണ്ണ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മുട്ടയുടെ മിക്സ് നമുക്ക് പാനിലേക്ക് ചേർക്കാം. അതിനുശേഷം ഈ പൊട്ടറ്റോ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെച്ച ശേഷം സ്ലോ ഫ്ലെയിമിലാണ് 5 മിനിറ്റ് നേരം വേവിക്കേണ്ടത്. നമുക്ക് താഴ്വശമൊക്കെ ഒന്ന് കുക്കായോ എന്നുള്ളത് നോക്കാം. താഴ്വശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രം വെച്ച ശേഷം അതിലേക്ക് നമുക്കിത് ഇനി നമുക്കിതിൻ്റെ മോൾവശം കൂടി ഒന്ന് കുക്കാവാനുണ്ട്. നമുക്കിത് ഈ പാനിലേക്ക് തിരിച്ചിടാം. എന്താ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഈ സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഓംലെറ്റാണ് ഈ സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.